ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാർഡ് കോർ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കാണുന്ന ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ട് വില്ലേജറിനെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു എഫിഷ്യൻറ്റ് ബ്രീഡറാണ്. ഇവരൊക്കെ ബാരലിലാണ് കണക്റ്റ് ആവണത്. ഇവിടെ ബാരൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബാരലിൽ നിന്ന് 100 ബ്ലോക്ക് ദൂരെ കൊണ്ടുപോയാൽ അവർ ആ കണക്ഷന് പോവും. അപ്പോൾ അവരെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അയൺ ഫാം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു എഫിഷ്യൻറ്റ് അയൺ ഫാമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സിമ്പിൾ അയൺ ഫാമാണ്, എന്നാൽ എഫിഷ്യൻറ്റുമാണ്. ഇതിൽ വില്ലേജറിനെ ആക്കാനാണ് കുറച്ച് പണി. അത് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം പിടിച്ച്, പ്രത്യേകിച്ച് ഈ വൂള് കളക്ട് ചെയ്യാനാണ്. കുറേ ഷീപ്പിനെ ലീഡ് ചെയ്തിട്ട് അങ്ങനെ ഇതാക്കിയതാണ്. വൂൾ എന്താണെന്ന് വെച്ചാൽ ബെഡ് ഉണ്ടാക്കാനാണ്. ബെഡ് നമ്മുടെ ഇൻവെൻറ്ററി കൊള്ളാത്ത കാരണമാണ് ഞാൻ ഇപ്പോൾ വൂളായിട്ട് വെച്ചത്. അതിനനുസരിച്ചുള്ള വുഡുണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള. ഞാൻ പുതിയ അയൺ ടൂൾസ് ഉണ്ടാക്കി കേട്ടോ, പിക്കാക്സ് ഒഴികെ. അപ്പോൾ ഇനി അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ ഇവരെ അയൺ ഫാം ഉണ്ടാക്കണ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകലാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവരായിട്ട് അങ്ങോട്ട് പോവാം. അയൺ ഫാം ഞാൻ ആ ഭാഗത്തേക്കാണ് ഉണ്ടാക്കുന്നത്. ഈ മൈനിങ് ഏരിയയുടെ ആ പൊസിഷനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് പോവാം. അയൺ ഫാം ഞാൻ അത്യാവശ്യം ദൂരം വന്നിട്ടുണ്ട്. ഞാനിതാ ഈ ഭാഗത്താണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്പ്രൂസ് ട്രീ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമ്മുടെ ബിൽഡൊന്നും അവിടെ കാണാനില്ല. അപ്പം നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു ഡബിൾ ചെസ്റ്റിൽ നമ്മുടെ ഈ ഐറ്റംസൊക്കെ വെക്കാം. ഞാനിതാ ഈ ഭാഗത്തായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 30 ബെഡ് ഉണ്ടാക്കിയിട്ട് ചെസ്റ്റിൽ വെക്കാം. നമ്മുടെ ബെഡ് നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അത് മിക്സാവും. ഓക്കെ, നമ്മൾ ബെഡ് ഫുള്ള് ഉണ്ടാക്കിയിട്ട് ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇയാൾ അയൺ ഫാം ഉണ്ടാക്കലാണ്. ആദ്യം നമുക്ക് ഇവിടെയുള്ള വുഡും കാര്യങ്ങളൊക്കെ മാറ്റാം. എന്നിട്ട് ഇവിടെയുള്ള ഈ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഈ പുല്ലൊക്കെ നമുക്ക് വൃത്തിയാക്കാം. അപ്പോൾ ഞാൻ അയൺ ഫാം ഉണ്ടാക്കണതിൻ്റെ ഒരു ചെറിയ ടൈം ലാപ്സ് കണ്ടിട്ട് പോവാം. ഓക്കെ, അയൺ ഫാം ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ടാസ്ക്. ഈ വില്ലേജറിനെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അത് കുറച്ച് ടാസ്ക്കാണ്. എന്തായാലും ഞാനൊന്ന് ലീഡിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പെട്ടെന്നാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ അവരെ ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി, കുറച്ച് സ്പീഡിലായി. എന്തോ ഭാഗ്യത്തിന്, മറ്റേ ആവലില്ല അങ്ങനെ. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇവരവിടെ ബേസിലുള്ള ബാരലായിട്ട് കണക്റ്റ് ആയിക്കണത് വർക്കാവും അറിയില്ല. എന്തായാലും നമുക്കിനി അടുത്ത ഇവരെ ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് 30 വില്ലേജർ ആക്കണം. അപ്പോൾ വീട്ടിൽ പോയി കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് ബെഡ് വെച്ചിട്ട് ഞാൻ ബ്രീഡ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ അയൺ ഫാം ഇവിടെ നല്ലോണം വർക്കാവുന്നുണ്ട്. ഇവിടെ അയങ്കോളൊക്കെ സ്പോൺ ആയത് അയങ്കോളം ചാവണുണ്ട്. പിന്നെ ഇവിടെ ഒരു ബേബി വില്ലേജർ ഉണ്ട്, അത് മാത്രം വളർന്നില്ല. അതങ്ങനെ വളർന്നോളും. എന്തായാലും നമ്മുടെ അയൺ ഫാം വർക്കാവുണ്ട്. ഇനി നമുക്ക് അയണിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ റെൻഡറൊന്ന് കുറച്ചിട്ടുണ്ട്, കാരണം ഈ അയൺ ഫാം അവിടെ വില്ലേജർ ബ്രീഡറും കൂടി കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റെൻഡറൊന്ന് കുറച്ചിട്ട്, അപ്പോൾ അത് കണക്റ്റ് ആവില്ലല്ലോ വെച്ചിട്ടാണ്. എന്തായാലും അയൺ ഫാം ഇവിടെ സെറ്റായി വർക്കാവുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊരു റെയ്ഡ് ഫാം ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിച്ചോളി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.